ഒരിക്കലും ഉറങ്ങാത്ത ഒരു കനലുണ്ടായി. അധ്വാനത്തിൻ്റെ ആഴത്തിൽ പെട്ടെന്ന് പൊട്ടിയ ഒരു വലിയ ചുവന്ന പുഴ. പുഴയല്ല, അതൊരു സമരഗാഥ. രക്തമല്ല അതിൽ ഒഴുകിയത്, ചൊല്ലുകൾക്കിടയിലൊളിച്ച ചങ്ങലമുറിവുകൾ, വിറച്ച കയ്യുകൾ, ഉറങ്ങാത്ത കണ്ണുകൾ. പാടത്തിൻ്റെ മണ്ണിൽ വാരിയിട്ട വിപ്ലവം വളർത്തിയവർക്ക് 10 പതുക്കൾ കണ്ടില്ല. പക്ഷേ ഓരോ പുലരിയും ചുടലുകളായിത്തീർന്നു. അവർ പതിപ്പിച്ച തീരങ്ങൾ ഇന്നും മാഞ്ഞിട്ടില്ല. പല്ലക്കിൻ്റെ തൂക്കത്തിനകത്ത് പണിക്കാരൻ്റെ പെരുവയിൽ ദൃശ്യമല്ല, അത് നിലവിളിയാകുമ്പോഴാണ് ഇടതു കാതിനരികിൽ കേൾക്കാൻ കഴിയുന്നത്. ഒരു പുഞ്ചിരിയുടെ അടിത്തട്ടിൽ ചുട്ടുകത്തുന്ന ചരിത്രം. AKGയുടെ കാന്തിക നോട്ടം പന്തിരുകാലുകളിലേക്കും മുന്നോട്ടേന്തുമ്പോൾ EMSന്റെ വാക്കുകൾ ചുറ്റലുകൾ ഇല്ലാതാക്കുന്ന സൂര്യനെ പോലെ പൊള്ളിക്കൊണ്ടിരിക്കുന്നു. നയനാറിൻ്റെ മൗനം പോലും ഒരു പോരാട്ടമായി മാറിയപ്പോൾ പെട്ടെന്നു തന്നെ മനസ്സിലാകുന്നു, ഇവരുടെ മൗനം എഴുത്തായിത്തീരുകയാണ്. കവിതകളെക്കാളും പ്രചാരണങ്ങൾക്കപ്പുറവും ഒരു ഗ്രാമപാതയിലൂടെയായിരിക്കും നീയൊന്നു വിളിച്ചോടിയ പ്രസ്ഥാനം നടക്കുന്നത്. കാടിനും പട്ടണത്തിനും ഇടയിൽ ഉറവൊലികളെ പോലെ അത് ഒരു നാൾ പോലും വിശ്രമിച്ചില്ല. ചുമപ്പു പതാക തുമ്പയിൽ കെട്ടിയ കുരുന്നിൻ്റെ കണ്ണീരോ, കാഞ്ഞിരപ്പുഴുവിൽ ഉറങ്ങുന്ന 1000 അധ്വാനികളുടെ കോപമോ, ഇതൊന്നും കാവ്യാഭിനയം അല്ല, ഇതൊരു ജ്വാലയാണ്. ഇതിൻ്റെ ഭാഷ കരിഞ്ഞ മരങ്ങൾ, ഇതിൻ്റെ വാക്യങ്ങൾ വേലക്കാരൻ വിടർത്തിയ വിരൽത്തുമ്പുകൾ. ചന്ദ്രൻ കടന്നുപോയ ഭൂമിയിൽ ഇന്നും കാൽവെക്കുന്നത് ചെങ്കൊടി പിടിച്ചവരാണ്. അവർക്ക് കരയാൻ സമയം ഇല്ല, പാടാൻ മാത്രം കൊടുക്കുക ഭാവിയുടെ ഉച്ചത്തിലേക്ക്. വിപ്ലവം വിളിച്ചോടും വരികൾ പാടാൻ. വീരത മരണമില്ലാതെ വളരുമ്പോൾ അതിനു പേരാണ് അഭിമന്യു. വീരത മരിച്ചില്ല, അത് വളർന്നു. അഭിമന്യുവിൻ ആകൃതി നേടിയൊരു തീയായി, പൊള്ളിത്തീർക്കാത്ത വിശപ്പായി ഇന്നും നമ്മിൽ അവൻ തുടർന്നു നിൽക്കുന്നു. വീരത മരണമില്ലാതെ വളരുമ്പോൾ അതിനു പേരാണ് അഭിമന്യു.